ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്വാർട്ടറിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് ഈ ക്വാർട്ടർ മുഴുവൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം. പാഠം 1, സുവിശേഷത്തിൻ്റെ ആരംഭം, ദ ബിഗിനിങ് ഓഫ് ദ ഗോസ്പൽ. ഓക്കെ, ഈ പാഠപഠനത്തിന് മുമ്പായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നതിന് അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവുമായവനെ അങ്ങയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പാഠം നമുക്ക് ക്രമീകരിച്ചിരിക്കുന്ന നന്ദി അർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഓരോ ക്വാർട്ടറിൽ ഓരോ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതിനും നമ്മുടെ ജീവിതത്തിലും അനുസരിച്ച് ഈ പാഠങ്ങൾക്കനുസരിച്ച് പഠിക്കുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ ക്രമപ്പെടുത്തേണ്ടതിനും ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓർത്താൽ. പരിശുദ്ധാത്മാവിനാൽ അവിടെ നിന്ന് ഈ പാഠം എന്താണ് ഞങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പഠിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. കേൾക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണോ യേശു ക്രിസ്തു നാമത്തെ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമേൻ. അപ്പോൾ പാഠം 1, സുവിശേഷത്തിൻ്റെ ആരംഭം. നമുക്ക് മനപ്പാഠവാക്യത്തിലേക്ക് പോകാം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം ആരാണ് എഴുതിയെന്നാണ് നമുക്ക് വരുന്ന ഫസ്റ്റ് ചോദ്യം, അല്ലേ? അപ്പോൾ മർക്കോസിൻ്റെ രചയിതാവ് ആരാണെന്ന് എഴുതുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ആ മർക്കോസിൻ്റെ സുവിശേഷം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, പൗലൂസിൻ്റെയും ബർന്നബാസിൻ്റെയും കൂടെ സുവിശേഷ വേലയിൽ പങ്കുചേർന്നിരുന്ന യോഹന്നാൻ എന്ന് മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെയാണ് ബൈബിൾ പണ്ഡിതാക്കൾ ഇതിന് മനസ്സിലാക്കി തരുന്നത്. ശരിക്കും നമ്മൾ 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സഹഭൃത്യനായ ബാബിലോന് സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചെയ്യും. ഇത് ശരിക്കും പൗലൂസ് പറഞ്ഞൊരു വാക്യമാണ്, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ മകനായ മർക്കോസും യഥാർത്ഥത്തിൽ പത്രോസിൻ്റെ മകനല്ല. പത്രോസ് പറഞ്ഞ വാക്യമാണ്, പത്രോസിൻ്റെ മകനല്ല ആര്, മർക്കോസ് എന്ന് മനസ്സിലാകും. പക്ഷെ മകനെ പോലെ തന്നെ സ്നേഹിച്ച് സുവിശേഷ വേദിയിൽ കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് ആര്, മർക്കോസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആകെ 16 അധ്യായങ്ങളാണുള്ളത്. അപ്പോൾ 16 അധ്യായങ്ങൾ അടങ്ങിയ ഒരു സുവിശേഷ പുസ്തകമാണിത്. ഇതിൻ്റെ ആദ്യത്തെ 8 അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മശിഹയാണെന്നും കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും കൂടുതലായിട്ട് നമുക്ക് ഈ അധ്യായങ്ങൾ കാണാവുന്നതാണ്. ഒത്തിരി മിറാക്കിൾസ്, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ഈ അധ്യായങ്ങൾ കൊടുത്തിരിക്കുന്ന കാണുന്നു. ആദ്യത്തെ 8 അധ്യായങ്ങൾ. പിന്നെയുള്ള 8 അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കാണാവുന്നതാണ്, ശരിക്കും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലേക്ക് പോയ മാർഗത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെയൊക്കെ കുറിച്ചാണ് പിന്നെ വരുന്ന 8 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ഈ ക്വാർട്ടറിൽ മുഴുവനായിട്ട് വിശദമായി പഠിക്കാം. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം പരാജയപ്പെട്ട സുവിശേഷ ഘോഷകൻ എന്നാണ്. പരാജയപ്പെട്ട സുവിശേഷ ഘോഷകൻ എന്നാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു എന്നാണ്. ശരിക്കും നമ്മളിത് വായിച്ചു വരുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ശരിക്കും അവനൊന്ന് ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട് പത്രോസിനെയാണ്. അതായത് ഹെരോദാവ് അന്നത്തെ കാലത്ത് ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നവരെ തടവിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ എന്ത് ചെയ്തു, തല ചിരച്ഛേദം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ചെയ്തത് യഹൂദന്മാർക്ക് പ്രസാദമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, സുവിശേഷകനായ പത്രോസിനെയും പിടിച്ചു എവിടെ ആക്കി, കാരാഗൃഹത്തിലാക്കി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെയും തല ചിരച്ഛേദം ചെയ്യാൻ ആഗ്രഹിച്ചുവെങ്കിലും അത് പെസഹ പെരുന്നാൾ അടുത്തിരുന്ന സമയമായതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുനിയാതെ കാരാഗൃഹത്തിലാക്കി. യഥാർത്ഥത്തിൽ കാരാഗൃഹത്തിൽ 2 ചങ്ങല അണിഞ്ഞുകൊണ്ട് 2 കാവൽക്കാരുടെ മധ്യ കിടന്ന പത്രോസിനെ കർത്താവിൻ്റെ ദൂതൻ വന്നിട്ട് രാത്രിയിൽ തട്ടി ഉണർത്തുന്നതായിട്ടും തട്ടി ഉണർത്തിയ പത്രോസിനോട് പെട്ടെന്ന്
ചെരുപ്പിട്ട് അരമുറുക്കിക്കൊള്ളാൻ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ടവല് കൊണ്ട് അദ്ദേഹം മൂടിപ്പൊഴിച്ചുകൊണ്ട് ഇവരുടെ കൂടെ ഇറങ്ങി. എഴുന്നേറ്റപ്പോൾ തന്നെ കയ്യിലെ ചങ്ങലയൊക്കെ ഊരി വീണു. അർദ്ധരാത്രിയിലാണ്, അതുകൊണ്ട് തന്നെ 2 കാവൽക്കാർ 2 സൈഡിലുണ്ട്. അതുപോലെ ആ കാരാഗൃഹ പ്രമാണി അതിന് പുറത്തുണ്ട്. പക്ഷെ ഇവരെല്ലാവരും നിദ്രയിലായി. ഈ പത്രോസ് എന്ത് ചെയ്തു? ദൂതന്മാരോടൊപ്പം പുറത്തെത്തി പ്രധാന വാതിൽ കഴിഞ്ഞു തെരുവിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? ഈ പത്രോസ് വിചാരിച്ചിരുന്നത് പത്രോസ് ദർശനത്തിൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെടുന്ന വിധം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പത്രോസ് കരുതിയത്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നത്. തെരുവിലെത്തിയപ്പോൾ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ദൂതന്മാർ അപ്രത്യക്ഷമായപ്പോൾ പത്രോസിന് സുബോധം വീണു. സുബോധം വന്ന പത്രോസ് തിരിച്ചറിഞ്ഞു, തീർച്ചയായിട്ടും കർത്താവ് ദൂതന്മാരെ അയച്ച് എന്നെ വിടുവിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ തെരുവിലൂടെ നേരെ നടന്നെത്തിയത് ആരുടെ വീട്ടിലാണ്? മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ വീട്ടിലായിരുന്നു. അവിടെ എത്തി കതക് തുറന്ന് രോധ വന്ന് കതക് തുറക്കുന്നതായിട്ടൊക്കെ രോധ വന്നുകയും ശബ്ദത്തെ തിരിച്ചറിയുകയും മറ്റുള്ളവരോട് പോയി പറയുകയും തിരിച്ചു വന്ന് കതക് തുറക്കുകയും. അപ്പോൾ മർക്കോസ് അവിടെ വന്നപ്പോൾ കണ്ട അവസ്ഥ എന്താണ്? അവരെല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു അവസ്ഥയാണ്. ആ ഒരു സിറ്റുവേഷനാണ്, ആ ഒരു ഇതാണ് യഥാർത്ഥത്തിൽ പത്രോസ് അവിടെ കാണുന്നത്, അല്ലേ? അപ്പോൾ പത്രോസിൻ്റെ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനാണ്. അപ്പോൾ അവൻ്റെ അമ്മയുടെ പേരെന്താണ്? മറിയ എന്നാണ്. ഓക്കെ. അപ്പോൾ ആ വീട്ടിൽ വന്നു. പ്രാർത്ഥനിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ് അവിടെ കാണുന്നത്. അവിടെ വന്ന് പത്രോസ് നടന്ന കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് യേശു ക്രിസ്തു കാരാഗൃഹ പ്രമാണിയുടെ അടുത്ത് ദൂതനയച്ച് വിടുവിച്ചതും എങ്ങനെയാണ് അവിടെ എത്തപ്പെട്ടതെന്നുള്ളതിനെ കുറിച്ച് വിവരിക്കുന്നതായിട്ടൊരു ഭാഗമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഇവിടെ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന നല്ലൊരു അമ്മയാണ് മർക്കോസ് എന്ന യോഹന്നാൻ ഉള്ളതെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ബർന്നബാസിൻ്റെയും പൗലൂസിൻ്റെയും കൂടെ സുവിശേഷ ഘോഷണത്തിൽ ആരും പോയിരുന്നതായി കാണുന്നുണ്ട്. മർക്കോസ് എന്ന യോഹന്നാനും പോയിരുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ മർക്കോസ് എന്ന യോഹന്നാൻ ഇത്ര പ്രാർത്ഥനയുള്ള അമ്മ എന്ത് ചെയ്തു? മകനെ പ്രാർത്ഥന ലൈഫിലൂടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നിട്ട് മകന് സുവിശേഷ വേലയ്ക്ക് അവരുടെ കൂടെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മകൻ അവരോട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പംഫുല്യ എന്ന ദേശത്ത് വെച്ചിട്ട് ഈ മർക്കോസ് എന്ത് ചെയ്യുന്നു? ആ ദേശം കഴിയുമ്പോഴത്തേക്ക് അവരെ പിന്തുടരുന്നത് നിർത്തിക്കളയുന്നു. പക്ഷെ പിന്തുടരുന്നത് എന്തുകൊണ്ട് നിർത്തി എന്ന് പറയുന്നില്ല. ബർന്നബാസും പൗലൂസും യഥാർത്ഥത്തിൽ മർക്കോസിന് യാതൊരു പ്രശ്നവും സൃഷ്ടിച്ചിരുന്നില്ല. എങ്കിൽ തന്നെയും എന്ത് ചെയ്യുന്നു? മർക്കോസ് അവിടെ വെച്ച് പിന്നെ സുവിശേഷ ഘോഷണത്തിന് അവരോട് പോകുന്നത് നിർത്തലാക്കി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയതായിട്ട് കാണപ്പെടുന്നുണ്ട്, അല്ലേ? ആക്ട്സ് ഓഫ് അപ്പോസ്റ്റലൻ പേജ് നമ്പർ 169 സിസ്റ്റർ വൈറ്റ് ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടുകൂടെ കൊടുക്കണമെന്നുള്ള അവൻ്റെ ഉദ്ദേശത്തിൽ മർക്കോസിന് അല്പസമയത്തേക്കെങ്കിലും ഭയത്തിലും നിരാശയിലും അമർന്നു പോകുകയും പതറിപ്പോവുകയും ചെയ്തു എന്നറിയുന്നു, അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? കഷ്ടപ്പാടുകൾ പരിചയമില്ലാത്ത വ്യക്തിയാണ്. വഴിയിലുള്ള ആപത്തുകളും പട്ടിണികളും പ്രശ്നങ്ങളും കാരണം അതിൻ്റെ ഈ സുവിശേഷ വേലയോടുള്ള ഒരു ഉത്സാഹം മർക്കോസിന് മന്ദീഭവിച്ചതായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ജോലിയല്ലെന്ന് മനസ്സിലാവുന്നുണ്ട്. മറ്റെല്ലാവരെയും പോലെ വളരെ കംഫോർട്ടായിട്ട് ജീവിതം നയിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഓരോ സ്ഥലത്ത് പോയി സുവിശേഷം അറിയിക്കുക. അപ്പോൾ ചിലപ്പോൾ പോകുന്ന യാത്രയുടെ പ്രശ്നങ്ങൾ കാണും, താമസ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങൾ കാണും, ആഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ കാണും. ഓരോരുത്തർ പ്രസംഗത്തെ എങ്ങനെ ഏറ്റെടുക്കുന്നു, എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നതൊക്കെ പ്രശ്നമായിട്ട് വരുന്നത് കാണും. അങ്ങനെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചാണ് ഈ സുവിശേഷം, ഈ ഒരു സദ്വാർത്ത സ്വർഗരാജ്യത്തിൽ എത്തപ്പെടണം, മാനസാന്തരപ്പെട്ട എല്ലാവരും സ്വർഗരാജ്യത്തിന് വേണ്ടി യേശുവിനെ സ്വീകരിക്കണം എന്നുള്ള സദ്വാർത്ത മനുഷ്യരിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പൂർണ്ണമായ ഒരു സമർപ്പണം ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇത് നടത്താൻ വളരെ പ്രയാസമാണ്. ശരിക്കും എന്തു പറ്റി? മർക്കോസിന് ഇതിനെല്ലാം ഇഷ്ടമായിരുന്നുവെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു? യൗവനക്കാരനായ മർക്കോസിനെ ബാധിക്കുകയും പൂർണ്ണമായ ഒരു സമർപ്പണം ഇല്ലാതെ പോയതും കൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് പിന്മാറ്റപ്പെട്ട് വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഇവിടുത്തെ ഒരു ഹെഡിങ് തന്നെ പരാജയപ്പെട്ട സുവിശേഷം എന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കാം, യഥാർത്ഥത്തിൽ മർക്കോസ് പരാജയപ്പെട്ടവനാണോ എന്ന്. നമുക്ക് തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ഒരു രണ്ടാം അവസരം.
ഒരു രണ്ടാം അവസരം. ആരെക്കുറിച്ചാണ്? മാർക്കോസിന് ഒരവസരം ലഭിച്ചിരുന്നു പൗലൂസിൻ്റെയും ബർന്നബാസിൻ്റെയും കൂടെ പ്രവർത്തിക്കാൻ. മാർക്കോസ് തന്നെ സ്വയമായിട്ട് ബുദ്ധിമുട്ട് കാരണം പിന്തിരിഞ്ഞതായിട്ട് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മാർക്കോസിന് ഒരു രണ്ടാം അവസരം ലഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ കാണുകയാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബർന്നബാസ് മർക്കോസിനെ സുവിശേഷ ഘോഷണത്തിൽ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇച്ഛിച്ചു, എന്നാൽ പൗലോസ് അതിനെ എതിർത്തതായി കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്ത് ചെയ്ത് പംഫില്യ എന്ന ദേശം വിട്ടിട്ട് ആരും മർക്കോസ് അവരുടെ കൂടെ സുവിശേഷ വേലയിൽ കൂടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് പിന്നീട് മർക്കോസിനെ കൂട്ടാൻ ആര് തീരുമാനിച്ചു? അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ബർന്നബാസ് തീരുമാനിക്കുന്നു. ബർന്നബാസിന് യഥാർത്ഥത്തിൽ മർക്കോസിനെ അങ്ങനെ ഈസി ആയിട്ട് കൈ ഒഴിയാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പൗലോസും ഈ ഭാഗത്തിൽ 15-ാം അധ്യായത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പൗലോസും 38-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു. അതായത് പംഫില്യ വിട്ടിട്ട് അവരുടെ കൂടെ സുവിശേഷം അറിയിക്കാൻ മർക്കോസ് വരാതിരുന്നതിനാൽ പൗലോസ് മർക്കോസിനെ കൈക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. നമ്മൾ പൗലോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ തീഷ്ണതയോടുകൂടി ദൈവവചനത്തെ ഈ സുവാർത്ത ദൂതിനെ മറ്റുള്ളവരോട് അറിയിച്ച ഒരു വ്യക്തിയായിരുന്നു. പൗലോസ് ശൗലായിരുന്നപ്പോൾ എത്ര തീഷ്ണതയോടുകൂടി ദൈവജനത്തെ കൊല്ലാൻ തയ്യാറായോ അത്രയും തീഷ്ണതയോടുകൂടെ തന്നെ അതിൽ ഉപരി തീഷ്ണതയോടുകൂടി ദേശത്തിന് സുവിശേഷം അറിയിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പൗലോസ്. അപ്പം അത്രയും തീഷ്ണതയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഇങ്ങനെ പകുതി മനസ്സോടുകൂടെ പിരിഞ്ഞു പോയ മർക്കോസിനെ കൈക്കൊള്ളാൻ ആര് തയ്യാറായിരുന്നില്ല? പൗലോസ് തയ്യാറായിരുന്നില്ല. എന്നാൽ തൻ്റെ ബന്ധുവായ ബർന്നബാസോ മർക്കോസിനെ തള്ളിക്കളയാനും തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ കാരണത്താൽ പൗലോസും ബർന്നബാസും തമ്മിൽ എന്ത് സംഭവിച്ചു? ഒരു ഉഗ്രവാദം ഉണ്ടായിട്ടെന്ന്. അപ്പം അന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എന്തുമാത്രം ഇതിനെ ചൊല്ലി വാഗ്വാദം നടത്തിയിരിക്കുന്നു. അങ്ങനെ വാദം ഉണ്ടായിട്ട് എന്ത് ചെയ്തു? പൗലോസും ബർന്നബാസും അവിടെ വെച്ച് ഒത്തുപോകുന്നത് നിർത്തിയതിന് ശേഷം എന്ത് ചെയ്തു? ബർന്നബാസ് മർക്കോസിനെയും കൂടെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് പോയി. എന്നാൽ പൗലോസ് ആകട്ടെ സീലാസിനെയും കൂട്ടി സിറിയ കിലിക്ക എന്ന് പറഞ്ഞ ദേശത്തേക്ക് പോയി. അപ്പോൾ എല്ലാവരും ഇവർ രണ്ടുപേരും ഈ രണ്ട് ഗ്രൂപ്പ് സുവിശേഷ വേല ഒരുപോലെ ചെയ്യാൻ മനസ്സുള്ളവരായിരുന്നു. പക്ഷെ മർക്കോസിൻ്റെ ചെറിയൊരു പ്രവൃത്തി കാരണം പൗലോസിന് മർക്കോസിന് ഒരു അസംതൃപ്തി അത് സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ പൗലോസ് സീലാസിനെയും കൂട്ടി വേറെ സ്ഥലത്തേക്കും ബർന്നബാസ് ആരെയും കൂട്ടി മർക്കോസിനെയും കൂട്ടി വേറെ സ്ഥലത്തേക്കും അങ്ങനെ അവർ രണ്ടായിട്ട് പിരിയുകയും അവർ പോയ സ്ഥലത്ത് അവർ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാകാം, പരാജയപ്പെട്ട സുവിശേഷം നമ്മൾ ഞായറാഴ്ചത്തെ പാഠത്തിൽ പഠിച്ചപ്പോൾ ഇവിടെ മർക്കോസിനൊരു രൂപാന്തരം സ്വഭാവത്തിൽ വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2 തീമോഥെയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി പ്രയോജനമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നു. ഇത് ആരാണ് എഴുതിയിരിക്കുന്നത്? പൗലൂസാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് കേട്ടത്? പൗലൂസ് മർക്കോസിനെ കൂട്ടാൻ മനസ്സാക്കാതെ സീലേഴ്സിനെയും കൂട്ടി സിറിയയിലും കിലിക്കയിലോട്ട് പോയ വ്യക്തിയാണ്. പക്ഷേ പൗലൂസ് 2 തീമോഥെയോസിൻ്റെ ലേഖനം തീമോഥെയോസിന് കത്തെഴുതിയപ്പോൾ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് ലൂക്കോസ് മാത്രമേ ഉള്ളൂ, മർക്കോസ് നമുക്ക് പ്രയോജനമുള്ള വ്യക്തിയാണ്. കാരണം മർക്കോസും എന്താണ്? സുവിശേഷ ഘോഷണത്തിൽ താല്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എന്താണ് ആ മർക്കോസിനെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പൗലോസ് ആവശ്യപ്പെടുന്നതാണ്, ആ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടായിരിക്കും പൗലോസ് അങ്ങനെ മർക്കോസ് ഒറ്റയടിക്ക് അങ്ങനെ പോയിട്ട് തിരിച്ചു വരാത്തൊരു വ്യക്തി ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു കാരണവശാലും പൗലോസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടില്ലായിരുന്നു. അപ്പോൾ മർക്കോസിനുണ്ടായ മാനസാന്തരം പൗലോസിന് ബോധ്യപ്പെടുകയും അത് മുഖാന്തരം എന്താണ് പിന്നെ മർക്കോസിനെ അംഗീകരിക്കാൻ ആര് തയ്യാറായി? ഒരു സഹപ്രവർത്തനായി തന്നെ അംഗീകരിക്കാൻ പൗലോസ് തയ്യാറായതായിട്ട് തീമോഥെയ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും ഈ ഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ ശരിക്കും നമുക്ക് പൗലൂസിനെ കാട്ടി ബർന്നബാസിനോടൊരു അനുകമ്പ തോന്നാറുണ്ട്. കാരണം ബർന്നബാസ് എടുത്ത ആ ഒരു തീരുമാനമാണ് മർക്കോസിനെ പിന്നെ വളരെ ശക്തിയോടുകൂടെ പൗലൂസിൻ്റെ കൂടെയും മറ്റുള്ളവരുടെ കൂടെയൊക്കെ
ദൈവവചന സുവിശേഷ ഘോഷണത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചത്. അത് മർക്കോസിൻ്റെ അമ്മയായ മറിയയുടെ പ്രേയറും ബർന്നബാസിൻ്റെ ആ ഒരു സ്റ്റാൻഡുമാണ് യഥാർത്ഥത്തിൽ എന്ത് പറ്റിയത്, എങ്ങനെ സഹായിച്ചത്, മർക്കോസിന് സുവിശേഷ ഘോഷണത്തിൽ സഹായിച്ചതെന്ന് ഈ ഭാഗം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും നമ്മുടെ പള്ളികളിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ നമ്മളല്ലാത്ത കാരണത്താൽ പള്ളിയെയും പള്ളിക്കാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒത്തിരി വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. ശരിക്കും ബർന്നബാസിനെ പോലെ അല്ലെങ്കിൽ ബർന്നബാസിൻ്റെ സ്പിരിറ്റ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, അങ്ങനെ കുറ്റം പറഞ്ഞ് ഒരു സിറ്റുവേഷനിൽ പോയാൽ കൂടെ എന്താണ് അവരെ ചേർത്ത് നിർത്തി തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരു പാഠം കൂടെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ ശരിക്കും എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ്, നമ്മൾ അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ചേർത്ത് നിർത്തി ഒന്നുകൂടെ രണ്ടാമതൊരവസരം കൂടെ കൊടുത്തുകൊണ്ട് ബർന്നബാസിനെ പോലെ രണ്ടാമതൊരവസരം മർക്കോസിന് കൊടുത്തുകൊണ്ട് നമ്മുടെ സഭയോട് ചേർത്ത് നിർത്താനും നമുക്ക് അങ്ങനെ എന്തെങ്കിലും പിന്മാറ്റാവസ്ഥ മനസ്സിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അത് മാറപ്പെടാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം ദൂതുവാഹകൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്ക്. ഇത് വായിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ വ്യക്തികളിവിടെ കാണുന്നു. ഒന്നെന്താണ്, ദൈവപുത്രനായ യേശു. അപ്പം ദൈവം, പുത്രനായ യേശു, പിന്നെ വഴിയൊരുക്കുന്നവനായ യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ 3 വ്യക്തികളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി വഴിയൊരുക്കിയ ദൂതുവാഹകനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ദൂതൻ വഴിയൊരുക്കുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ ദൂതൻ എവിടെയാണ് വഴിയൊരുക്കുന്നത്? ഇസ്രായേലിനെ കനാനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വഴിയൊരുക്കുന്നതിന് ഒരു ദൂതനെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മലാഖി 3:1 നോക്കുമ്പോൾ ദൈവത്തിന് വഴിയൊരുക്കുവാൻ അവൻ്റെ മുമ്പിൽ പോകുന്ന ഒരു ദൂതുവാഹനെ കുറിച്ച് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും എന്താണ്, അപ്പോൾ അതിനു മുമ്പ് ഒരു വഴി ഒരുക്കുന്നതിനെ കുറിച്ച് ദൈവത്തിൻ്റെ ദൂതുവാഹകൻ വന്ന് ദൈവത്തിൻ്റെ വേല പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു വഴി ഒരുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിനെന്നാണ്. നമ്മൾ ശരിക്കും യെശയ്യാവിൻ്റെ 40-ാം അധ്യായം 3-ാം വാക്യവും മർക്കോസിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ശരിക്കും മിശിഹായ്ക്ക് വഴി ഒരുക്കുവാൻ വന്ന ദൂതുവാഹകനാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. അപ്പോൾ യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെട്ട വ്യക്തിയാണ് ആര്? കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു ദൂതുവാഹനെ കൂടെ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, വെളിപ്പാടിൻ്റെ പ്രവചനം 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ്, നമ്മുടെ 3 മാലാഖമാരുടെ സന്ദേശമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പോൾ അന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിന് വഴിയൊരുക്കിയത് ആരാണ്? യോഹന്നാൻ സ്നാപകനാണ്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി വഴിയൊരുക്കുന്നത് ആരാണ്? ആ 3 ഏഞ്ചൽസ് മെസ്സേജ് അല്ലെങ്കിൽ ഈ 3 മാലാഖമാരുടെ സുവിശേഷം അറിയിക്കുന്ന ദൂതന്മാരാണ് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ വചന പൂർത്തീകരണത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ വഴി ഒരുക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തായിരിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി വഴിയൊരുക്കുന്ന ദൂതന്മാരൂടെ ആയിരിക്കണമെന്ന് ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം യേശുവിൻ്റെ സ്നാനം എന്നാണ്. യേശുവിൻ്റെ സ്നാനം.
മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, ശരിക്കും നമ്മൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവിടെ എന്ന് നമ്മൾ കാണുന്നു അല്ലേ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത്, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയത് ആരാണ്? യോഹന്നാൻ സ്നാപകനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയതിന് ശേഷം ആ യോർദാനിൽ നിന്ന് പുറത്ത് കടന്നൊരു മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആകാശം പിളരുകയും പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ വരികയും അതുപോലെ എന്താണ്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. എന്താണ് ആ ശബ്ദം? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്ത് മറിയയുടെ ഗർഭത്തിൽ യേശു ഉരുവായത് തന്നെ. അപ്പം അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ആ യേശുവിൻ്റെ സ്നാന സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ വരികയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായിരിക്കും പരിശുദ്ധാത്മാവ് പിന്നെയും യേശുവിൻ്റെ മേൽ വന്നത് നമുക്ക് മനസ്സിലാവും. ശരിക്കും നമ്മൾ ഓർക്കുമ്പോൾ പിന്നെ അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് 3.5 വർഷത്തെ സുവിശേഷീകരണം കർത്താവായ യേശു ക്രിസ്തു നടത്തിയത്. അപ്പോൾ അതിനു വേണ്ടി ശക്തി പകരുന്നതിനും ബലം നൽകുന്നതിനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ എന്താണ് പിന്നെയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നതെന്ന്. അതുപോലെ തന്നെ യഹോവ പറഞ്ഞ എന്താണ്? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദവും തന്നെ സ്വർഗത്തിൽ നിന്ന് കേട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മളിത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ഈ സ്നാന സമയത്തിന് ശേഷം, പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം യഹോവ ദൈവം എന്താണ് എൻ്റെ പ്രിയപുത്രനെ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് യേശു ക്രിസ്തുവിന് പെട്ടെന്ന് നടന്ന സംഭവം എന്താണ്? ആത്മാവ് എന്താണ് മരുഭൂമിയിലേക്ക് നടത്തപ്പെടുകയും അവിടെ 40 ദിവസം എന്താണ് പരീക്ഷിക്കപ്പെടുക, സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നോക്കിക്കേ, ആ ഒരു പരീക്ഷണ ഘട്ടത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവത്തിന് അല്ല യേശുവിന് ബലം നൽകിയതായിട്ട്, ശക്തി പകർന്നതായിട്ടും, അങ്ങനെ യാതൊരു പരീക്ഷണത്തിൽ പെടാതെ പാപത്തിന് ജയിക്കാൻ കഴിഞ്ഞതായിട്ടും നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനും, അതായത് ദിവ്യത്വം ഉണ്ടായിരുന്നു, മനുഷ്യത്വവും ദൈവത്തിനുണ്ടായിരുന്നു അല്ലേ. പൂർണ്ണ മനുഷ്യനുമായിരുന്നു, അതേസമയം എന്തായിരുന്നു? ദൈവവുമായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. നമുക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞാലെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ദിവ്യത്വവും മനുഷ്യത്വവും നിറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് മർക്കോസിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് യേശു മസീഹ ആയിരിക്കുമ്പോഴും യോഹന്നാനെക്കാട്ടി ബലമേറിയവനായിരുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നവനായിരുന്നു, ദൈവത്താൽ പ്രിയപ്പെട്ടവനും സ്വർഗത്തിൽ നിന്ന് കേട്ടവനായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയും ദൂതന്മാരാരെ സേവിക്കുകയായിരുന്നുണ്ടായിരുന്നത്? കർത്താവായ യേശു ക്രിസ്തു സഹായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ദൂതന്മാരുടെയും യോഹന്നാൻ സ്നാപകൻ്റെ സഹായവും ആർക്ക് ആവശ്യമായി വന്നിരുന്നു? മനുഷ്യനായി പിറന്നു വീണ ദൈവമായ യേശുവിന് ആവശ്യമായി വന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും എന്താണ്? മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി മനുഷ്യനായവനാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം അല്ലേ. അതാണ് നമ്മുടെ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ശരിക്കും നമ്മൾ പറയുമ്പോൾ ദ ട്രഷർ ഓഫ് ഹെവനാണ്. ആ സ്വർഗത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ട്രഷറാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. ആ ജീസസ് ക്രൈസ്റ്റ് ദ ട്രഷർ ഓഫ് ഹെവൻ ലെഫ്റ്റ് ദ ഹെവൻ ടു സേവ് യു ആൻഡ് മീ. അപ്പോൾ ഈ ഒരു ട്രഷർ ഓഫ് ഹെവനാണ് യഥാർത്ഥത്തിൽ എന്താണ്? സ്വർഗം മുഴുവനും കളഞ്ഞിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറായി ക്രൂശിൽ മരിച്ചതെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ യേശുവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം യേശു പറഞ്ഞതനുസരിച്ചുള്ള സുവിശേഷം. യേശു പറഞ്ഞതനുസരിച്ചുള്ള സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. ഈ യോഹന്നാൻ ആരാണ്? സ്നാപക യോഹന്നാനാണ് അല്ലേ. സ്നാപക യോഹന്നാൻ എന്താണ്? തടവിലായ ശേഷം എന്ത് ചെയ്തു? അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തിന് ശേഷമാണ് സ്നാപക യോഹന്നാൻ തടവിലാവുന്നത്. അപ്പോൾ ഈ തടവിലായതിനു ശേഷം യേശു എന്ത് ചെയ്തു? സുവിശേഷ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷയിൽ വിശ്വസിക്കുമെന്ന് പ്രസംഗിച്ചു തുടങ്ങിയതായിട്ട്
നമ്മൾ കാണുന്നുണ്ട്. ഈ ഇതിൽ പ്രവചനത്തിൽ നമുക്ക് 3 ഭാഗങ്ങൾ കാണാം. ഒന്നാമത്തത് സമയപ്രവചനം, അതായത് കാലം തികഞ്ഞു. രണ്ടാമത് നമ്മൾ കാണുന്നത് എന്താണ്? ഉടമ്പടി വാഗ്ദത്തമാണ്. അതെന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നൊരു ഉടമ്പടിയാണ് നമ്മൾ കാണുന്നത്. മൂന്നാമത് നമ്മൾ കാണുന്നത് എന്താണ്? ശിഷ്യത്വത്തിലേക്കുള്ള ഒരു വിളിയാണ് നമ്മൾ കാണുന്നത്. അതെന്താണ്? മാനസാന്തരപ്പെട്ട് സുവിശേഷം പ്രസംഗിക്കുവിൻ, മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുവിൻ എന്ന സുവിശേഷത്തിലേക്കുള്ള ഒരു വിളിയും നമ്മളിവിടെ കാണുന്നു. അതായത് 70 ആഴ്ചവട്ട പ്രവചനത്തെയാണ് യേശു ഇവിടെ പരാമർശിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 27 വരെ നോക്കുമ്പോൾ ഈ 70 ആഴ്ചവട്ട പ്രവചനം നമുക്ക് കാണാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞ ഭാഗമാണ്. അതായത് നമുക്കറിയാം, അർത്ഥസൃഷ്ട രാജാവ് യഥാർത്ഥത്തിൽ യെരുശലേമിനെ റീബിൽഡ് ചെയ്യാൻ ഓർഡർ കൊടുക്കുന്ന എന്നാണ് AD 457 അപ്പം ആ സമയം മുതലാണ് ശരിക്കും എന്താണ് 70 ആഴ്ചവട്ടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ പഠിച്ചു പോയ ഭാഗമാണ്. അപ്പോൾ അതിന് ശേഷം എന്താണ് AD 27 കർത്താവായ യേശു ക്രിസ്തു സ്നാനമേൽക്കുന്നത്. അപ്പോൾ AD 27 ആകുമ്പോഴത്തേക്ക് 483, അപ്പോൾ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 490 വർഷമാണ്. അപ്പോൾ 483 വർഷമാവും AD 27 ആകുമ്പോൾ. പിന്നെ നമുക്ക് വരുന്ന ഒരാഴ്ചയാണ്. ഈ ഒരാഴ്ച എന്ന് പറയുന്നതാണ് ചരിത്രത്തിൽ ഇടം തേടിയ ലോകത്തിലെ സകല മനുഷ്യനെ രക്ഷിക്കത്തക്കതായ സംഭവം നടന്നതാണ് ഈ ഒരാഴ്ചവട്ടക്കാലം. അത് എത്രയാണ്? 7 വർഷമാണ് അല്ലേ. അതായത് അതിന് സ്നാനപ്പെട്ടതിന് ശേഷം എന്താണ്? സുവിശേഷം പ്രസംഗിക്കുന്നു. 3.5 വർഷത്തിന് ശേഷം AD 31 കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം AD 34 വിശുദ്ധനായ സ്തേഫാനോസ് എന്താണ്? കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ AD 34 കൂടി എന്താണ് സംഭവിക്കുന്നത്? 490 വർഷത്തെ പ്രവചനം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സ്തേഫാനോസിന്റെ മരണത്തോടു കൂടി എന്ത് സംഭവിക്കുന്നുണ്ട്? സുവിശേഷം എല്ലാവർക്കും നമുക്ക് എന്താണ് സാധ്യമായി തീരുന്ന രീതിയിൽ ഈ സുവാർത്ത ദൂത് എല്ലായിടത്തും പ്രസിദ്ധമാകുന്നുണ്ട്. അങ്ങനെ എന്താണ് ജാതികളിലേക്കും സുവിശേഷം എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ഈ ഒരു പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. ഇതെല്ലാം നമുക്ക് മനസ്സിലായത് ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലേ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. അപ്പോൾ കാലം തികഞ്ഞാണ്. അപ്പം നമുക്കിത് പഠിച്ചൊരു മനസ്സിലാവുന്നു, എല്ലാത്തിനും പ്രവചനത്തിന് മുമ്പ് ഒരു കാലം അവിടെ നിന്ന് കൃത്യമായിട്ട് ആ കാലങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഓരോ സംഭവങ്ങളും നടക്കുന്നത് എന്നൊരു സംഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പോൾ ഈ 70 ആഴ്ചവട്ട സമയത്താണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം തന്നെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാം അതിൻ്റെ കാലസമ്പൂർണതയിലാണ് നടന്നിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു കാര്യം ഗ്രഹിക്കാവുന്നതാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എപ്പോഴുണ്ടായിരിക്കും? കാലസമ്പൂർണതയിൽ എല്ലാം പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവചനത്തിനനുസരണമായി എന്താണ് കാലം തികയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തീർച്ചയായിട്ടും ആ ഒരു സംഭവം എന്താണ് നിവൃത്തീകരിക്കപ്പെടും എന്നുകൂടെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാ സംഭവങ്ങളും എന്താണ് കാലസമ്പൂർണതയിലാണ് നടത്തപ്പെട്ടത്. അത് യേശുവിൻ്റെ സുവിശേഷീകരണമായിരുന്നാലും, യേശുവിൻ്റെ ജനനമായിരുന്നാലും, യേശുവിൻ്റെ മരണമായിരുന്നാലും എല്ലാം എന്താണ് കാലസമ്പൂർണതയിലാണ് നടന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വെളിപ്പാടിൻ്റെ പ്രവചനം 22-ന്റെ 20-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. എന്താണ് കർത്താവ് യേശു ഇത് സാക്ഷീകരിക്കുന്നത്? എന്താണ്? അതെ ഞാൻ വേഗം വരുന്നു. കർത്താവ് യേശു ക്രിസ്തു എന്താണ് വേഗം വരുന്നു എന്ന് വെളിപ്പാടിൻ്റെ പ്രവചനം 22-ന്റെ 20-ആം വാക്യങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് എല്ലാം കാലസമ്പൂർണ്ണയിൽ നടന്നതുപോലെ തന്നെ ഇതും നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ. എങ്ങനെ വിശ്വസിക്കാം? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കാൻ വന്ന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമുക്കൊരു ഉടമ്പടി വാഗ്ദാനം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും വരും, ഇതാ ഞാൻ വേഗം വരുന്നത് വെളിപ്പാടി കണ്ടതുപോലെ അല്ലേ. ഞാൻ തീർച്ചയായിട്ടും വരും. ഞാൻ എവിടെ പോവുകയാണ്? നിങ്ങൾക്ക് സ്വർഗത്തിൽ, എൻ്റെ ഭവനമായ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ ദൈവം പറയുമായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ഥലം ഒരുക്കാൻ പോവുകയാണ്, ഞാൻ വന്ന് നിങ്ങളെ തിരികെ എൻ്റെ ഭവനത്തിൽ
ചേർത്ത് കൊള്ളും എന്നാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ശരിക്കും വളരെ പ്രത്യാശാജനകമായ ഒരു ഭാഗമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാക്യങ്ങൾ, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്, കാൽ സമ്പൂർണ്ണതയിൽ തീർച്ചയായിട്ടും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവുണ്ടായിരിക്കും. ആ രണ്ടാം വരവിൽ എന്താണ്, നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരുക്കിയ ഭവനത്തിലേക്ക് കർത്താവ് യേശുക്രിസ്തു തിരികെ വന്ന് നമ്മളെ ചേർത്ത് കൊള്ളുമെന്ന് ഈ വാക്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. ശരിക്കും നമുക്കറിയാം, സ്വർഗമെന്നത് ഒരു മിഥ്യാധാരണയല്ല, അത് ദൈവത്തിൻ്റെ ഭവനമാണ്. നമ്മുടെ ഭവനങ്ങളൊന്നും നമ്മുടെ മിഥ്യാധാരണകളല്ല, അത് നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണല്ലേ. അതുപോലെ തന്നെ സ്വർഗം എന്ന് പറഞ്ഞ ഒരു മിഥ്യാധാരണയല്ല. സ്വർഗം എന്താണ്, ദൈവത്തിൻ്റെ ഭവനമാണെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും മറ്റുള്ളവരോട് മാനസാന്തരപ്പെടാനും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ എന്താണ് 3 ദൂതന്മാരുടെ ദൂതുകളിലും അടങ്ങിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അന്ത്യകാലത്ത് 3 ദൂതന്മാരുടെ ദൂത് അറിയിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം, മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കുകയും മറ്റുള്ളവരിന് അതിനാവശ്യപ്പെടുകയും ചെയ്യുക എന്നാണ്. അതിനുവേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് വെള്ളിയാഴ്ചത്തെ ഭാഗത്ത് അല്പം മാറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒരുക്കത്തിന് വേണ്ടി ഈ അന്ത്യകാലത്ത് 1ാമത്തെ ദൂതൻ ഈ ലോകത്തിലേക്ക് നിത്യസുവിശേഷം കൊണ്ടുവന്നിരിക്കുന്നു എന്നറിയാം. എന്താണ് നമ്മുടെ നിത്യസുവിശേഷം? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവന് നമസ്കരിപ്പിൻ എന്നാണ്. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും മറ്റുള്ളവരെന്താണ് ദൈവത്തെ ഭയപ്പെട്ട് മഹത്വം കൊടുക്കാൻ അറിയിക്കുകയും ചെയ്യുക എന്നൊരു നിത്യസുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നൊരു ഉത്തരവാദിത്വം എന്താണ് നമ്മളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1844 മുതൽ ഈ വിളി ഭൂമിയുടെ ഓരോ കോണിലും അവിടെയായിട്ട് പലയിടത്തും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒത്തിരി പേര് ഇത് തള്ളിക്കളയുകയും ഒത്തിരി പേര് ഇത് കേട്ടുകൊണ്ട് ഈ വിളിക്കനുസൃതമായി വരികയും ചെയ്തതായിട്ട് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലോകത്തിൽ നോക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളും ദൈവത്തിൻ്റെ ദൂതനായിരുന്നു കൊണ്ട് ഈ നിത്യസുവിശേഷ ലോകത്തിൽ എത്തിക്കേണ്ടതിനും ഒത്തിരി പേരെ ദൈവത്തിലേക്ക് ചേർക്കേണ്ടതിനും രണ്ടാം വരവിൽ എന്താണ് കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ചേരേണ്ടതിനും ദൈവം നമ്മൾ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതുപോലെ മർക്കോസ് പിന്തിരിഞ്ഞ് പോയെങ്കിലും എന്താണ് നമ്മൾ പഠിച്ചത്, മർക്കോസ് പിന്തിരിഞ്ഞ് പോയെങ്കിലും എന്താണ് ബർന്നബാസിൻ്റെ സഹായത്തോടുകൂടെ ബർന്നബാസ് വെച്ച ഒരു മനസ്സ് കാരണം മർക്കോസ് തിരികെ വരികയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പൗലൂസിൻ്റെ കൂടെയും പത്രോസിൻ്റെ കൂടെയും ലൂക്കോസിൻ്റെ കൂടെയും സീലാസിൻ്റെ കൂടെ ഒക്കെ മർക്കോസിന് പിന്നെ പ്രവർത്തിക്കാനും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാനും മർക്കോസിന് അത് കാരണമായി തീർന്നതായിട്ട് കാണുന്നു, അല്ലേ? അപ്പോൾ ബർന്നബാസിനെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ നിത്യസുവിശേഷത്തിൻ്റെ ഭാഗമാകുന്നതിന് നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ പാഠപഠനത്തിൻ്റെ അവസാനമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനെ നീതിമാനുമായ ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷം ഞങ്ങൾക്ക് ഒരുക്കി തന്നിരുന്നതിനാൽ നന്ദി അർപ്പിക്കുന്നു. പാഠപഠനത്തിന് കൂടി ഇരുന്നതിന് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതിന് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് പഠിച്ച പാഠത്തെ പോലെ തന്നെ കർത്താവെ, തീർച്ചയായിട്ടും നിത്യസുവിശേഷത്തിൽ വിശ്വസിക്കുകയും അത് മറ്റുള്ളവരെ അറിയിക്കുകയും ദൈവമേ പിന്മാറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും തിരിച്ചു കൊണ്ടുവരേണ്ടതിനെല്ലാം നമ്മൾ അവിടെ നിന്നെടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പാഠം പഠിപ്പിച്ച അടിയനും കൂടി ഇരുന്നതിന് നന്ദി അർപ്പിക്കുന്നു. ഇത് കേട്ട ഓരോ വ്യക്തികളുടെ കൂടി ഇരുന്നതിന് നന്ദി അർപ്പിക്കുന്നു. ഓരോ ക്വാർട്ടറിലും ഓരോ ടോപ്പിക്കായിട്ട് മാറി മാറി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിന് മാനസാന്തരത്തിന് ഇടയാക്കി തീർക്കുമാറാകണമെന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ താഴ്മയെ യാചിക്കുന്നു. സകല പാപങ്ങളും ക്ഷമിച്ച് പ്രാർത്ഥന കേൾക്കണമെന്ന് യേശുനാമത്തെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.